എക്സൈസും പോലീസും മാത്രം വിചാരിച്ചാൽ ലഹരിയുടെ വ്യാപനം തടയാൻ കഴിയില്ലെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ലഹരിയുടെ ഉപയോഗം തടയാൻ സമൂഹം ഉണരണമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി ന്യൂ ഹോപ്പ് ആൻഡ് കൌൺസിലിംഗ് ഡി അഡിക്റ്റേഷൻ സെന്ററിന്റെ 3ാം വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഋഷിരാജ് സിംഗ്. പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ലഹരിയുടെ വ്യാപനം തടയാനാവില്ലെന്നും ഇതിനെതിരെ സമൂഹത്തിൽ ജാഗ്രത വേണമെന്നും എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറഞ്ഞു. 70 ലക്ഷം കുട്ടികളുണ്ട് കേരളത്തിൽ. ഇവർ വഴിതെറ്റിക്കൂടാ. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് തടയാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും ഋഷിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. എക്സൈസും പോലീസും കഴിയുന്നവരെ ഞങ്ങൾ ശ്രമിച്ചാണെങ്കിലും ഇതിന്റെ ഉപയോഗം കുറച്ച് കുറവായിട്ടുണ്ടെന്ന് അല്ലാതെ പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. 70 ലക്ഷം കുട്ടികളുണ്ട് കേരളത്തിൽ. ഒരു കാര്യം ഓർക്കണം, 70 lakhs. ഈ കുട്ടികൾ എനിക്ക് മാർച്ച് വന്നാലും മാർച്ച് വന്നില്ലെങ്കിലും ഞാൻ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഇത് ഞാൻ ഉപയോഗിക്കില്ല. അത് കുട്ടി തന്നെ വിചാരിക്കണം. രണ്ടാമത്തെ മേഖല ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അധ്യാപകന്മാരുടെയാണ്. സ്കൂൾ കോളേജ് പരിസരത്തിനകത്ത് അവർ വിചാരിച്ചാൽ മാത്രമേ ഇത് തടയാൻ കഴിയുള്ളൂ. നടന്ന ക്ലാസ്, ടോയ്ലറ്റ്, ഹോസ്റ്റൽ, അതിന്റെ ഉപയോഗം തടയാനാണെങ്കിൽ ടീച്ചർ തന്നെ തയ്യാറാവണം. ടീച്ചർ ഇങ്ങനെയുള്ള കുസൃതി കാണിക്കുന്ന കുട്ടികളുടെവരായിട്ട് നടപടിയെടുക്കണം. സ്കൂളിൽ നിന്ന് പുറത്താക്കാനും പറ്റുകയാണെങ്കിൽ അതും ചെയ്യുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കേരളം ഇന്ത്യയിൽ 2ാമത്തെ സംസ്ഥാനമായി മാറി. 8നും 18 വയസ്സിനും ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ലഹരി ഉപയോഗിക്കാത്ത കുട്ടികൾ ഇല്ലെന്നാണ് കണക്ക്. ലഹരിയുടെ ഉപയോഗം കാരണം ക്യാൻസർ രോഗികൾ വർദ്ധിക്കുന്നതായും ഋഷിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടി. മഞ്ഞളാംകുഴി അലി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൌലാന ആശുപത്രി മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KV ലാൽകുമാർ, വിമുക്തി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ V ഹരികുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് TK റഷീദ് അലി, നഗരസഭാ കൌൺസിലർ അൻവർ കളത്തിൽ, പെരിന്തൽമണ്ണ അൽഫോൺസ ദേവാലയം വികാരി ജെയിംസ് വാഗമറ്റത്തിൽ, ജമാൽ ചെറുവാടി, അൻവർ സാദാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ സ്വലഫി മസ്ജിദ് ഖത്തീബ് ഹാരിസ് ബിൻ സലീം മുഖ്യപ്രഭാഷണം നടത്തി.